രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞങ്ങളുടെ മുന്നണി പോലും നയിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ തന്നെ എടുത്ത് കളയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് അവസ്ഥയിലാണ് ഈ കുടുംബം ചെന്ന് എത്തിയിരിക്കുന്നത്, രാഹുൽ ഗാന്ധി ചെന്ന് എത്തിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കകത്ത് പേരില്ലാതായിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹം നയിക്കുന്ന മുന്നണിക്കകത്ത് പേരില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പുറമെ ഇപ്പം ഗുരുതരമായ ഒരു കേസും കൂടെ വന്ന് വിട്ടിരിക്കുകയാണ്. ഈ പോകുന്നതല്ല, രവിശങ്കർ പ്രസാദ് പറയുന്ന പോലെ ഇത് പണ്ടേ ഉള്ള കേസാണ്, നരേന്ദ്രമോദി വരുന്നതിന് മുമ്പേ ഉള്ള കേസാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒന്നും ഇതിനകത്ത് വലിച്ചിടണ്ട, നിങ്ങൾ അതിന് പകരം തെളിവുകൾ കൊടുക്കുക, എന്നിട്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക, അതാണ് വേണ്ടത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ? ഇനി ആസാമായാലും കേരളമായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള സമയത്ത് മോദി ഉൾപ്പെടെയുള്ളവർ അറിയാമല്ലോ, ചെറിയൊരു വിഷയം കിട്ടിയാൽ തന്നെ ജനങ്ങൾക്കിടയിൽ കൃത്യമായി എത്തിക്കാനുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ ഈ അഴിമതി കഥകൾ സ്വാഭാവികമായി തന്നെ ജനങ്ങളിലേക്ക് എത്തില്ലേ? ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് അവർ എടുത്തിട്ടുണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഉടനെ തന്നെ തുടങ്ങാനിരിക്കുന്ന ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ വന്ന് നാടകം കളിക്കരുത് എന്ന് നരേന്ദ്രമോദി വാൺ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.